നമസ്കാരം. ചെല്ലാനത്ത് നിന്നുള്ള അതിമനോഹരമായ ദൃശ്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ചെല്ലാനം എല്ലാ കാലത്തും നമ്മൾ കടൽക്ഷോഭം ഉണ്ടാകുന്ന സമയങ്ങളിൽ കേൾക്കുന്ന ഒരു സ്ഥലപ്പേരാണ്. കടൽക്ഷോഭം ഉണ്ടായി ചെല്ലാനത്ത് വീടുകളിലേക്ക് വെള്ളം കയറി ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു, വീടുകൾ തകർന്നടിഞ്ഞു, നാശനഷ്ടങ്ങൾ, ഇങ്ങനെ നിരവധി വാർത്തകൾ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴും കേട്ടിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അത്തരത്തിലുള്ള വാർത്തകളൊന്നും നമ്മളുടെ ചാനലുകളിലോ നമ്മളുടെ ടൈം ലൈനിലോ ഒന്നും വരുന്നില്ല. അതെന്തുകൊണ്ടാണെന്നല്ലേ? അതിൻ്റെ കാരണം ഇതാണ്. ടെട്രോപാഡ് ഉപയോഗിച്ചിട്ടുള്ള കടൽഭിത്തി നിർമ്മാണം പിണറായി സർക്കാർ 347 കോടി രൂപ ചെലവഴിച്ച് ടെട്രോപാഡ് ഉപയോഗിച്ചിട്ടുള്ള കടൽഭിത്തിയുടെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. 7 കിലോമീറ്റർ ദൂരത്തിലാണ് ടെട്രോപാഡ് ഉപയോഗിച്ചിട്ടുള്ള ഈ കടൽഭിത്തി നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ രണ്ടാം ഘട്ടം 3 കിലോമീറ്ററും കൂടി നിർമ്മാണം പൂർത്തീകരിക്കാനുണ്ട്. അതിനുവേണ്ടി 306 കോടി രൂപയുടെ രണ്ടാം ഘട്ട നിർമ്മാണം ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. എത്ര മനോഹരമായിട്ടാണ് ഒരു തീരദേശ മേഖലയെ മാറ്റിയെടുത്തതെന്ന് ആലോചിച്ച് നോക്കണം. കടലിൻ്റെ മക്കൾക്ക് അവർക്ക് പിണറായി സർക്കാർ ഒരുക്കിയിട്ടുള്ള കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും വൻമതിലാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്.